പഴുത്ത മാങ്ങ കൊണ്ട് പല വെറൈറ്റി ഡിഷുകളാണ് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പഴുത്ത മാങ്ങ കൊണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷായ ശ്രീഖണ്ഡാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്ട്രെയിനറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 500 ഗ്രാം തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ട തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പുളിക്കാത്ത തൈരും നോക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളമെല്ലാം നമുക്കതൊന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ആ കോട്ടൺ തുണിയെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും. നമ്മൾ പനീറൊക്കെ എങ്ങനെയാണോ വെള്ളം കളഞ്ഞെടുക്കുന്നത് അതേ രീതിയിൽ ഇത് ആ തുണിയൊന്ന് ചുറ്റി ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്ക് ആ സ്ട്രെയിനറിലേക്ക് തന്നെ വീണ്ടും ഇത് വെച്ച് കൊടുത്ത് ഇതിന് മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ നേരം ഇത് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഞാനിപ്പോൾ നമ്മുടെ ഇടികളിലാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ വെയിറ്റുള്ള വേറെ എന്തെങ്കിലും സാധനം വെച്ച് കൊടുത്താൽ മതി. ഇടികളിൽ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്കത് ഇപ്പോൾ ഫ്രിഡ്ജിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ചൂടുകാലമായതുകൊണ്ട് പുറത്തിങ്ങനെ വയ്ക്കും. ചിലപ്പം പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് തണുത്തും കിട്ടുകയും ചെയ്യും. നമുക്ക് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. മാങ്ങ 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചെറിയ പീസാക്കി ഒരു മാങ്ങ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു മാങ്ങ ചെറിയ പീസാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചെറിയ പീസാക്കിയ ഒരു മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൈര് ഇപ്പോൾ റെഡിയായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നല്ല കട്ട ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പനീർ പോലെ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതിപ്പോൾ മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും വെള്ളമാണ് അതിൽ നിന്ന് കിട്ടിയത്. നമുക്കിനി ഈ തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് എടുക്കാവുന്നതാണ്. ഒട്ടും തരിയില്ലാതെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു ക്രീമി സ്ട്രക്ചറിലാണ് വേണ്ടത്. ഇതേ രീതിയിൽ ഇതൊന്നും തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കാർഡമം പൗഡർ, ഏലക്കയുടെ സീഡ് മാത്രം എടുത്ത് പൊടിച്ചിട്ടുള്ളതും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ തൈരിൽ വരത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാംഗോ പ്യൂരി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കണം. ആ മാങ്ങയുടെ ഫ്ലേവർ തൈരെല്ലാം വരത്തക്ക വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ടത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള മാങ്ങയുടെ പ്യൂരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മൾ യാതൊരു ഫുഡ് കളറും ചേർക്കാതെ തന്നെ നല്ല യെല്ലോ കളറിൽ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെറുതാക്കി കട്ട് ചെയ്ത മാങ്ങയുടെ പകുതി ഭാഗമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാങ്ങ പീസസ് ചേർത്തതിന് ശേഷം ഹാർഡായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട. മാങ്ങ ഉടഞ്ഞു പോകാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തണുപ്പിച്ചാണ് ഇത് കഴിക്കേണ്ടത്. 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശ്രീഖണ്ഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഗുജറാത്തിൽ ആണ് ഞാനിത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പല ടേസ്റ്റിലും പല വെറൈറ്റിയിലുമുള്ള ഫ്ലേവറിലുമുള്ള ശ്രീഖണ്ഡ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. വീട്ടിലും തയ്യാറാക്കാം. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി പൊടിയായി കട്ട് ചെയ്ത മാങ്ങയും പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിസ്ത സ്ലൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു റോസ് പെറ്റൽസും വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. പൂരിയുടെ കൂടെയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്